നമ്മൾ നന്ന് കളിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ നന്നവിടെ കാണാനില്ല സാധനം എവിടെ? കിട്ടി. ഓക്കെ, അപ്പം എഴുതി കാണിച്ചു കഴിഞ്ഞു. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണ് ഇവിടെ ഒരു കുഞ്ഞു പൂതി? പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരുമോ കുങ്കി? അപ്പോൾ വന്നു ഗൈസ്. കീപ് പ്ലേയിങ് കൊടുത്തു. പ്ലേ നോർമൽ കൊടുക്കാം നമുക്ക് ആദ്യം. അപ്പോൾ നോർമൽ കൊടുത്തു, പിന്നെ പ്ലേ കൊടുത്തു. നമ്മൾ എല്ലാം കൊടുത്തല്ലോ. നമ്മൾ സ്കിപ്പ് കൊടുക്കാല്ലേ? സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണോ? മതി. സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. വീണ്ടും കുത്ത്. അയ്യോ, പരസ്യം കഷ്ടമാണ്. വേണമെന്ന് പോവുണ്ടോ പരസ്യമേ? അപ്പം കഴിഞ്ഞു. നമ്മളിപ്പോൾ താഴെ ഇരുന്നിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അത് കാരണം വണ്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഹോൺ അടിക്കണേൻ്റെ. എന്താ അത് വരാത്ത? ഇതെന്തോ? ഡേ 1 വന്നു. ഓക്കെ, I am Govina YouTuber and I am going to be good. പിന്നെ ബാഡ്. ഓക്കെ, സ്റ്റക്ക് ആവുണ്ടല്ലോ. ഇല്ല, നമ്മളത് തുറന്നു ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തോ കാണിക്കുവായിരുന്നത്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ താത്തണം, എന്നാലേ ആ സാധനം എടുത്തിട്ട് വെക്കാൻ പറ്റൂ. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. പിന്നെ ഞണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നാവോ ഗൈസ്? ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മളിത് മുമ്പേ കളിച്ചാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എന്താ ചെയ്യാനുള്ള? ഞാൻ കളിച്ചോണ്ടിരിക്കാറില്ല ഇത്. ഇപ്പൊ വരും നോക്കോ. വന്ന് ഞങ്ങൾ എപ്പോഴും കളിക്കാറുണ്ട് ഇത്. എന്നാലും ഈ ഏരിയയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ അത് കണ്ടുപിടിച്ചാണ്. കൊള്ളാം ഗൈസ്. എന്തോ എഴുതി മിസ്റ്ററി ഓഫ് ദ സോൾവ് ദ ന്യൂ പസിൽസ് ടു ഗെറ്റ്. വായിക്കാൻ കിട്ടിയില്ല. Content has been unlocked for this chapter. നമ്മളേതൊക്കെ കൂടെയാണോ പോണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. നമ്മൾ തിരുമാന്ന വഴിയല്ലേ? ഡോറ് തുറന്നു. ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞു, തുറന്നു. ഇവിടെ എന്തായാലും തളച്ച് വരിക. എനിക്ക് നന്നായിട്ട് ഹൈഡ് കൊടുത്തു. അവിടെ ഇല്ലത് മറ്റേ ഡോർ തന്നെയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നിർത്താലോ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇനി ചെയ്യാം ഗൈസ്. നമുക്ക് സ്കിപ്പ് എടുക്കാം ഗൈസ്. അപ്പൊ സ്കിപ്പ് അല്ല, അൺഹൈഡ്. സ്കിപ്പ് ഹൈഡ് കൊടുക്കാൻ നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം എടുക്കും പുറത്ത് പോകാൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെക്കാം. നമ്മൾ ഇറങ്ങാറാകുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് അത് നണ്ണുപോയി ഗൈസ്. നമ്മളിത് എത്ര പേര് ഇത് എപ്പോഴും അവസാനം അതവിടെ പോയതുകൊണ്ടാണ്. എണീക്കാലേ? എണീക്കണോ? വേണ്ടേ? എണീക്കണോ? വേണ്ട. വേണ്ട. ഇതിലേതിലൊന്ന് തൊട്. തൊട്ടു. ഇറങ്ങി ഞണ്ട് കൊല്ലും. ഇറങ്ങണ്ട. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇറങ്ങണത് നല്ലതല്ല. ഒരമണിക്കൂർ വെയിറ്റ്. അല്ല, നമുക്ക് നാളെ രാവിലെ വന്നാൽ പോരെ? രാവിലെ വരെ ഇതിൻ്റെ അകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അതേ നമ്മളിത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കണ്ടിന്യൂ പിന്നെ കൊടുത്താൽ കുഴപ്പമില്ല. ഇതിപ്പോ കുറെ നേരമായല്ലോ. ഇറങ്ങാം. ഇപ്പൊ ഇറങ്ങണ്ടേ? എനിക്ക് പേടിയാണ്. ഇനി അത് അവസാനം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ആരും ഇറങ്ങുന്നില്ല. ഇതിലേതിലൊന്നും തൊട്. ഇറങ്ങി ഞണ്ണു കൊല്ലും.
അത് 100% ഉറപ്പായതാ, ഇനി ഇറങ്ങണ്ട. ഇറങ്ങണ്ട, ഇറങ്ങി. വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങ 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 വേണ്ട, ഇറങ്ങ ഇറങ്ങ ഇറങ്ങി 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 വാ. പോടി 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 പോ, ഓടിപ്പോ. ചിലപ്പോ നണ്ണിഞ്ഞ അവിടെ കാണും കേട്ടോ ഗൈസ്. ഇപ്പോൾ നണ്ണി വന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യണ ഏരിയയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തേങ്ങ കളിച്ചിട്ട് പോകും. നോക്കിക്കോ ഗൈസ്. ഇറങ്ങാ വന്നു ഞാനിപ്പോ ഇറങ്ങാൻ പറഞ്ഞാണ്. ഭാഗ്യട്ട് ഗൈസ്. ഇത് ഇനി എന്തൊക്കെ പറയുന്നുണ്ട്, ആശ്വസിപ്പിച്ച് ഐവിലേക്ക് ഇല്ലു എന്തൊക്കെ ഇവിടെ അടുത്ത് വന്നിട്ട് ഹാമർ ഇട്ടിട്ട് പറഞ്ഞിട്ട് ആള് പോകും. പിന്നെ ആൾക്ക് കുനിയാൻ പറ്റൂല എന്ന് തോന്നുന്നു അല്ലേ? കുനിയാൻ പറ്റില്ല എന്നല്ല, നമ്മളിതിൽ കാണില്ല. അതാണ്, നമ്മൾ ഇതിന്റെ ഇടയിൽ കയറി ഇരിക്കണ അതിന് കാണില്ല. ഓ അങ്ങനെ. ഇത് ചെറിയൊരു ആണെങ്കിൽ കാണുമായിരുന്നു എന്തായാലും. നണ്ണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഗൈസ്. ഇങ്ങനെ അങ്ങനെയൊക്കെ വരും. നമുക്ക് ഇറങ്ങാമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇറങ്ങാമെന്നാണ്. ഇറങ്ങാം. വേണോ ഒന്ന് മനുഷ്യായിരിക്കും പൊന്നു. ബാ ഇറങ്ങാം ഗായ്സ്. ഇറങ്ങണോ? ഇറങ്ങാം. ഇറങ്ങി പോയി. നണ്ണ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചാവും ഗായ്സ്. നണ്ണി ഇവിടെ എവിടെയോ ഉണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥിരം ഏരിയ ഗൈസ്. ഇത് നമുക്ക് വഴിയെല്ലാം അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കയറണോ അതോ കിച്ചണിലേക്ക് പോകണോ? കിച്ചണിലേക്ക് പോവാം ഗൈസ്. നമ്മൾ സാധാരണ അവിടെ ഇവിടെ ഒളിച്ചൊളിച്ച് പതിയെ എത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെ പോവും. ഇപ്പൊ നമ്മൾ റേഡിയോ ഓണാക്കും. അങ്ങനത്തെ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. എന്ത് ഇംഗ്ലീഷ്. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് പോകും ഗൈസ്. ഓഫ് ചെയ്തു ഗൈസ്. ഓഫ് ചെയ്തു തോന്നുന്നു. ഓഫ് ചെയ്തില്ല. ഇല്ലല്ലോ, അത് ഓഫ് ചെയ്യില്ല. ഇത് ഓഫ് ചെയ്യില്ല. എന്നാൽ നമ്മളെ പോയി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വരും. ഇത് ഹൈഡ് കൊടുക്കണ്ട. കൊടുക്കണ്ടേ? കൊടുക്കണ്ട. ഇവിടെ നോക്കണം. ഹൈഡ് കൊടുക്കണ്ട. കൊടുക്കണ്ട 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 കൊടുക്കാല്ലേ? കൊടുത്തോ. നീ റേഡിയോ ഓഫ് ചെയ്ത് അത് വരുമോ നോക്കാനാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തത്. അത് ചിലപ്പോൾ വന്നിട്ട് ജസ്റ്റ് നോക്കും. അതായത് ഇങ്ങനെ ശബ്ദമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നോക്കാൻ വരും കേട്ടോ. ഇതാ വന്നു കേട്ടോ. വരുന്നുണ്ട്. സാധനം തിരിച്ചും പോയിട്ടുണ്ട്. എന്താടി? അപ്പൊ നമുക്ക് ഇപ്പൊ പോവണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോവാ. അയ്യോ പിന്നെ ഓണാക്കി. ഓഫാക്കിയത് പിന്നെ ഓണാക്കി. നീ എന്താടി? ഞാൻ പോകാ പറയുമ്പോ ഇവിടെ ഇറങ്ങിട്ട് റേഡിയോ ഓഫ് ആണോ? ഇനിയിപ്പോ വരും കേട്ടോ സാധനം. നമുക്ക് ഇറങ്ങാം. ഇറങ്ങി. അത് പേരില്ലേ? ഡ്രോയിന്റെ ഏതിന്റെ ഉള്ളില് കേബിൾ ഉണ്ട് കേട്ടാ. ഉണ്ടോ? ഇല്ല. ഈ കേബിൾ ഇവിടെ തന്നെയാണ് കേബിൾ ഉള്ളത്. നണ്ണ് പിടിക്കല്ലേ ദൈവമേ, ഡോറ് തുറന്നാ മതി. നണ്ണ് പിടിക്കല്ലേ. നമുക്ക് അതിൽ ചാടണ്ട. കാരണം അതിൽ കൂടെ പോയാൽ പെടും കേട്ടോ ഗൈസ്. നമ്മുടെ സ്ഥിരം പൊട്ടിപ്പോയി ഗൈസ്. ഇതിൽ പൊട്ടിപ്പോയി. ഓക്കെ. ഇത് പരസ്യം വന്ന് ഈ പരിസരത്തിന്. ഇത് മറ്റേ മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് അല്ല. മൈൻക്രാഫ്റ്റ് എന്തായാലും ഇങ്ങനത്തെ അല്ല. ഇത് മൈൻക്രാഫ്റ്റിന്റെ ഡൂപ്പ് പോലെ ഇങ്ങനെ ബ്ലോക്ക് ക്രാഫ്റ്റ് എന്നൊക്കെ പറയും. എന്താ ക്രാഫ്റ്റ് വേൾഡ് അല്ലേ? ക്രാഫ്റ്റ് വേൾഡ് മാസ്റ്റർ ബ്ലോക്ക് 3D. മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഭാഗ്യമില്ലാത്തവർക്ക് കളിച്ച് വെറുതെ ഇരിക്കാം. അതിന് പൈസ കൊടുക്കണ്ടേ? മൈൻക്രാഫ്റ്റിന് 700 രൂപ കൊടുക്കണം. എത്ര അങ്ങോട്ട് കൊടുക്കണം? അപ്പം യൂട്യൂബർ ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ്. എന്താ? I am a YouTuber. I am going to be a good. നീ പൊന്നിന്റെ സംസാരിച്ചിരിക്കുന്നുണ്ട് കാണാതിരുന്നു. നമുക്ക് പോവാം ഗൈസ്. വേഗം. ഇതിൻ്റെ അടിയിൽ ചിലപ്പോഴൊക്കെ കോയിൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ഒറ്റ ഓട്ടത്തിന് പോവുകയാണ് ഗൈസ്. നമ്മുടെ സ്ഥിരം അവിടെ വിളിക്കണോ അതോ നേരെ പോണോ? അവിടെ ഉണ്ട് സാധനം. അവിടെ ഉണ്ട്. പോണം. നേരെ പോണം. നമ്മളിങ്ങനെ ഓരോടത്ത് ഒളിച്ചൊളിച്ച് സമയം പോവുക. അവിടെ കേബിൾ വീണ് കിടക്കണ്ട്. ആ സാധനം പുറകെ വല്ലം വരുന്നുണ്ട്. ഒന്നി ഇങ്ങോട്ടേക്ക് പോണേ. ഇവിടെ താഴേക്ക് അതില്ലേ? എനിക്ക് തോന്നുന്നു താഴെയാണിത്. എനിക്ക് തോന്നുന്നു താഴെയാണിത്. ഇതെന്താണ്? അയ്യോ, അത് സ്വിച്ച് അമർത്തണമെങ്കിൽ ആ സാധനം ഇവിടെ വെക്കണം. പക്ഷെ അത് ഇവിടെ നിന്നല്ല വെക്കുക. ഞാൻ എവിടെയോ ആണല്ലോ അത് കണ്ടത്. അത് എവിടെ പോയി?
അതിന്റെ വയറിന്റെ കണക്ഷൻ നോക്ക്. ഇവിടെയല്ല ഞാൻ എവിടെയാണ് അത് കണ്ടത്, പക്ഷെ കാണാനില്ല. സമാധാനം. ഇറങ്ങണോ? നീ ഇറങ്ങിയാ? ഇല്ല, ഇറങ്ങിയില്ല. ഞാൻ എന്തായാലും പറഞ്ഞില്ല, എൻ്റെ അമ്മ വന്നിട്ട് വേണം നമുക്ക് അൺഹൈഡ് ചെയ്യാൻ. ഞാൻ അൺഹൈഡ് ചെയ്യാൻ പോണേ. ഞാൻ അൺഹൈഡ് ചെയ്യാൻ പോവാണ്. ഇല്ല, അൺഹൈഡ് ചെയ്യാൻ. അൺഹൈഡ് അല്ല, അത് ഇങ്ങോട്ട് തീരുന്നത്. അൺഹൈഡ് വന്നിട്ട് മറ്റേ കബോർഡിൻ്റെ ഉള്ളിൽ വിളിക്കണേ. ആണല്ലേ? അയ്യോ പോണാ? പോവാ? വേണ്ട, എനിക്ക് പേടിയായി. ചെറുതായി നീങ്ങി നോക്കണോ? വേണ്ടല്ലേ? നോക്കി നീ എന്നിട്ട് വേണോ വേണ്ട ചോദിക്കേ? ചെറുതായിട്ട് നോക്കാം നീങ്ങിയിട്ട്. അപ്പൊ നമ്മൾ നീങ്ങുകയാണ്. അതാണ് കാണിക്കാൻ വേണ്ടി. തള്ളച്ചി വരാത്തത് കഷ്ടമാണ്. തള്ളച്ചി വരും. പോവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോവാമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പോവാലേ? പോണോ വേണ്ടേ? പോണോ വേണ്ടേന്ന് ആലോചിക്കടി പെണ്ണേ. നമുക്കറിയില്ല നമ്മൾ പോണോ വേണ്ടേന്ന് കേട്ടോ ഗൈസ്. പോണോ വേണ്ടേ? പോണോ ചോദിച്ചാൽ വേണ്ടേന്ന് ചോദിച്ചാൽ പോണം എന്നൊക്കെ പറയേണ്ടി വരും. ഇത് കുറെ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പോയി ചായ കുടിച്ചിട്ട് വരട്ടെ. ഇതെന്താ അത്? ഇറങ്ങാ? വേണ്ട എടീ, എനിക്ക് ചായ കുടിച്ചിട്ട് പപ്സും കഴിക്കാനുള്ള സമയം ഉണ്ടല്ലോ. അതിപ്പോ നമുക്ക് ഇറങ്ങാം എന്ന് തോന്നുന്നു. ഇറങ്ങാം നമുക്ക് ഇറങ്ങാം. ഞങ്ങൾക്ക് ഇറങ്ങണ്ട. അണ്ണു പോയി. ഇതൊന്നു അവിടേക്ക് പോകാൻ ഇപ്പുറത്തേക്കല്ല. തളച്ചു വന്നു. ഉണ്ടായിരിക്കട്ടോ. ഇറങ്ങണോ വേണ്ടേ? കുറെ നേരം ഇരിക്കുന്നു. ഞാൻ ചായ കുടിച്ച് പപ്സും കഴിച്ചിട്ട് പോയിട്ട് വരാം. ബൈ. നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇറങ്ങാം. അയ്യോ നോ ഗൈസ്. ഇനി ഇവിടുന്ന് പറഞ്ഞു പോയിക്കോളൂ. ചേട്ടാ ബൈ. എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ ഇറങ്ങും. കൊതു അടിക്കുന്നു. ആ പാട്ടിനെ നീ അപമാനിക്കുന്നു. നിങ്ങളെ പാട്ട് കേട്ട് എന്താ പറയാ, എല്ലാരും എന്താ പറയാ, ഒന്നുമില്ല. എവിടെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത്? ആകെ മൊത്തം കൺഫ്യൂഷനായി. ഇവിടെയാണ്. ആ ശബ്ദം കേട്ട് ആ സാധനം ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും. എന്തായാലും വരും. പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം വരും. വന്നില്ലേ?
പാട്ടുകാരൻ ആരുടേത്? ആ മറ്റേ മുരളിയാങ്കിളാണ്. അതിൻ്റെ വേറെ ആരുമില്ലേ? അല്ല ഒരു വണ്ടി ഫ്രണ്ടിൽ വെച്ചിട്ടില്ല. അങ്കിളുടെ ഒപ്പം വേറെ ചേച്ചി ഉണ്ടാ, മറ്റേ ചേച്ചി നല്ല ഒരു അരുണങ്ങളുടെ ഭാര്യനെ കാണാൻ നല്ല ഭംഗിയില്ലേ? അരുണങ്ങളെ ഭാര്യക്കാണ് ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പൊ നമുക്ക് ഇറങ്ങാം ഗൈസ്, ഇറങ്ങാമെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയല്ലോ. ആ സാധനം ഇപ്പൊ ഇവിടെ നിന്റെ തുറച്ചു നോക്കിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് മറ്റേ ഗ്രീൻ കളർ സാധനം ഇത്രയും നാള് മരിച്ചില്ല, അതുകൊണ്ട് ഇനി മരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇത്രയും നാളും മരിച്ചില്ല, ഞാൻ എന്താ പറയുന്നത്? ഇല്ല, ഈ കളി തുടങ്ങിയ പിന്നെ മരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് ചാടാം ഗൈസ്. ചാടി ഗോയ്സ്, നമ്മൾ ചാടി 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 ഗോയ്സ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം. അയ്യോ നണ്ണിന്റെ എന്താണ് വേറൊരു പരസ്യം. ഐ ഹാവ് എന്താണ് ഫുൾ ഡെവിൾ കളിയാണ്. ഡെലിവിളിന്ന് ഒരു കാരാണ്. ലാസ്റ്റ് ഡേ ആണ് ഗൈസ്, ലാസ്റ്റ് ഡേ. എടിതാടി ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ. പിന്നെ ഈ പെൺകുട്ടി എത്ര വട്ടം എഴുതുന്നത്? അപ്പൊ നമുക്ക് പോവാം ഗൈസ്, പോവാം. കുറച്ച് വെളിച്ചം മുട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നോക്കിയപ്പോ ഇരുട്ട്. ഇപ്പോഴും ഇരുട്ടടി എന്ന് തോന്നുന്നത്. അമ്മച്ചേച്ചിയുടെ വീട്ടിൽ നോക്കട്ടെ. അയ്യോ അപ്പൊ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഞാൻ നമ്മളെന്തായാലും പിടിക്കും. നോക്കട്ടെ ശ്രമിക്കാം. കിട്ടൂല ഉറപ്പാ കിട്ടൂല. താഴെ പോവാം. അപ്പം ഇങ്ങോട്ടൊക്കെ ഈ കളി ശരിക്കും ഒരു പൊട്ടക്കളി പോലെ. അറിയില്ല, അവള് അല്ല അവള്. സെക്യൂരിറ്റി വന്നാണ് ഗായ്സ്. മേലെ കയറാം. ആ സ്വിച്ച് അത് ഇവിടുത്തെ ലൈറ്റാ. അയ്യോ നമ്മളൊരു സ്ഥലത്തെത്തി. അയ്യോ ഇപ്പൊ നമ്മളടിച്ചു പിന്നെ നോക്കിയതേ ഇല്ല. ഞാൻ വെറുതെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണോ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. എങ്ങോട്ടൊക്കെയാടി പെണ്ണി നീ പോണേ? ഇതെന്തോടി പിക്ചറൊക്കെ കണ്ട്? ഇതാണ് നമ്മളെ പോലെ എല്ലാ പാവങ്ങളും വന്നിട്ട് അവരിനെ കൊന്ന് തടവിലാക്കുന്ന സ്ഥലം. പക്ഷെ ഇതിൻ്റെ അകത്ത് ആൾക്കാരൊന്നും കാണില്ല, എനിക്കറിയില്ല. അവരെ കസ്റ്റഡിയായിട്ട് ഒരുക്കി പോയിണ്ടാവും. അപ്പൊ ഗൈസ് നമ്മുടെ ഈ കളി തീർന്നിരിക്കുന്നു ഗൈസ്. ഇതിൽ ഞങ്ങൾക്ക് തോക്കും. ഞങ്ങൾ ചെറിയ കുട്ടികളാണ്, അതായത് ഞങ്ങൾക്ക് കളിക്കറിയില്ല. വലിയ ചേട്ടന്മാർക്കൊക്കെയാണ് പിന്നെ ആ പരസ്യം. വലിയ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്നാണെങ്കിലും ജയിക്കും, എത്രയാണെങ്കിലും ജയിക്കും. അതെന്ത് നണ്ണിടാതെ കളിച്ചിട്ട് നണ്ണിനെ നമ്മൾ കാണാൻ പറ്റാത്ത പോലെ. പിന്നെ ഇതാ ലാസ്റ്റ് ഡേന്ന്. അതെങ്ങനെ ലാസ്റ്റ് ഡേ കഴിഞ്ഞല്ലേ? പിന്നെ എങ്ങനെ ലാസ്റ്റ് ഡേ വന്നു? എന്താ നമുക്കൊക്കെ ഭാഗ്യമില്ല, നമുക്ക് 2 ലാസ്റ്റ് ഡേ ഉണ്ടല്ലോ. മറ്റേ ലാസ്റ്റ് ഡേ ആണ്, തേർഡ് ഡേ. ക്ലോസറ്റ്. നീയാണ് ശബ്ദം ഉണ്ടാക്കിട്ടാ. സോറി, ശബ്ദം ഉണ്ടാക്കാൻ പറഞ്ഞു. സോറി.
എനിക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ തീരെ അറിയില്ല. ഹൈഡ് ചെയ്യാനോ അൺഹൈഡ് ചെയ്യാനോ ഒന്നും നേരെ അറിയില്ല. അപ്പം ഞാൻ പാത്രത്തിൽ തട്ടിയില്ല. ഇടയ്ക്ക് വെച്ച് ആര് പറയുന്നത് ഞാൻ കളിച്ചാൽ എന്താ പറയുക, ഞാനാണ് കളിച്ചതെന്ന് ആയിരിക്കും മനസ്സിലാവാൻ നോക്കാൻ വേണ്ടി എടുത്തത്. അപ്പോഴേക്കും എല്ലാം തുടങ്ങി. അമ്മീ പാത്രത്തിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് ഇറങ്ങി. ഇറങ്ങാം അപ്പം ഇറങ്ങാം ഗൈസ്, നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഇറങ്ങി അപ്പോൾ ഓ എന്താണിത്? നാണ് ഇതിൽ കൂടെ ഒക്കെ ഈസി ആയിട്ട് വരും. നമ്മൾ കുനിഞ്ഞു പോകണ പോലെ നമ്മുടെ ഒപ്പം കുനിഞ്ഞു നാണിന് നല്ല സ്പീഡ്. ഓടിക്കോ 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 എൻ്റെ മുടി ഓടിക്കോ ആ വഴി അങ്ങനെ. ഓ മൈ ഡോഗ് നന്ന്. ഞാൻ പെട്ടെന്ന് ഇത് കക്കൂസൊന്നല്ലോ ഓളെ. എന്ത് കിട്ടാനാ? പൈസ കിട്ടും നമുക്കല്ല പിന്നെ വേണമെങ്കിൽ കൊങ്കിരി കിട്ടും. സാറ്റർഡേ ഞങ്ങൾ സ്കൂളിൽ പോകണില്ല. അത് വേറെ. അപ്പൊ ഇവിടെ ഉണ്ടാവില്ല? എന്താ ഇല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ പോവും.